നമസ്കാരം, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. ഇന്ന് ക്രിസ്മസ് ഡേ ആണ്. നിങ്ങള് ഇന്നലത്തെ വീഡിയോ കണ്ടിട്ടുണ്ടാവും വിചാരിക്കണു. ഇന്നലെ നമ്മുടെ പിള്ളേരെ കാണാൻ വേണ്ടിയിട്ട് സാന്റ ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു. സാന്റ ഒരുപാട് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു. ഒരുപാട് ഗിഫ്റ്റ് കൊടുത്തില്ല, ഒരു ഗിഫ്റ്റ് കൊടുത്തു. ബാക്കി ഗിഫ്റ്റ് സാന്റനെ കാണാൻ വരുമ്പോ തരാന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആദ്യത്തെ ഗിഫ്റ്റ് പ്രകാരം നമ്മളിന്ന് ക്രിസ്മസ് ആഘോഷിക്കാൻ വേണ്ടിയിട്ട് ജബൽ അക്തറിലുള്ള ഡുസിറ്റ് ഡൂറ്റു എന്ന് പറയുന്ന ഒരു റിസോർട്ടിലേക്ക് പോവാണ്. അവിടെയാണ് നമ്മുടെ ഈ വർഷത്തെ ക്രിസ്മസ്. അപ്പോൾ അതും അതിന്റെ കുറച്ച് വിശേഷങ്ങളുമാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോയില്. പിന്നെ കഴിഞ്ഞ ക്രിസ്മസ് ഈവിന്റെ വീഡിയോ നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ അതും കൂടി നിങ്ങൾ പോയി ഒന്ന് കണ്ടുവരിക. ക്രിസ്മസ് ഒക്കെ പ്രമാണിച്ചിട്ട് നമ്മുടെ ചാനലിന്റെ പുതിയൊരു ടീഷർട്ട് നമ്മൾ ഉണ്ടാക്കിച്ചിരിക്കുകയാണ്. ഇവിടെ സ്റ്റാർസ് കിങ്ഡം ലോഗോ ഒക്കെ വെച്ചിട്ട് സബ്സ്ക്രൈബ് എന്നുള്ള ഇതുകൊണ്ട് പുറകിലുണ്ട്. അപ്പൊ ഇതാണ് പുറകുവശം. അപ്പൊ നമ്മൾ ഇതാ ഇന്നത്തെ യാത്രയോടെ ആരംഭിക്കുകയാണ്. ജബൽ അക്തറിലേക്ക് എത്താൻ ഒരു 3 മണിക്കൂർ കഷ്ടി വേണം തോന്നുന്നു. അപ്പൊ എന്തായാലും നമുക്ക് ഇവിടെ നിന്ന് യാത്ര ആരംഭിക്കാം. അതാ നമ്മുടെ ശ്രീജു നമ്മളെ കാണാൻ വന്നിരിക്കുകയാണ് രാവിലെ തന്നെ. മെറി ക്രിസ്മസ് മാൻ. വാട്സ്ആപ്പ് മാൻ. Happy Christmas. No Christmas gift? Give me Christmas gift, man. Okay, man. See ya. Bye-bye. അപ്പൊ നമ്മളിതാ 8:15 ഇവിടുന്ന് പുറപ്പെട്ടു കേട്ടോ. ഏകദേശം ഒരു 3 മണിക്കൂർ എടുക്കുന്നു തോന്നുന്നു നമ്മള് ജബൽ അക്തറിലെത്താൻ. നമ്മൾക്ക് എന്തായാലും 11 മണിക്ക് മുന്നേ അവിടെ എത്തണം. കാരണം ഒരുപാട് ആക്ടിവിറ്റീസും കാര്യങ്ങളൊക്കെ ഉണ്ട് റിസോർട്ടില്. നമ്മള് ഒരു 1.5 മണിക്കൂർ ഡ്രൈവിന് ശേഷം നമ്മുടെ ജബൽ അക്തർ മലയുടെ താഴ്വാരത്ത് എത്തിയിരിക്കുകയാണ് കേട്ടോ. ഇനി കഷ്ടി ഇവിടുന്ന് ഒരു 3/4 മണിക്കൂർ ഉണ്ടാവും നമ്മുടെ റിസോർട്ടിലേക്ക്. റോട്ടിൽ വരുന്ന വഴിക്ക് തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അത് കാരണം നമ്മൾ പെട്ടെന്ന് ഇങ്ങോട്ട് എത്തി. പിള്ളേരൊക്കെ ഇവിടെ ക്ഷീണം പിടിച്ചിരിക്കുകയാണ്. എല്ലാവർക്കും ഇന്നലെ സാന്റാനെ കണ്ട ക്ഷീണം. ഇന്നലെ രാത്രി ഉറങ്ങാൻ നേരം വൈകി. നമ്മള് കഷ്ടി 2-2:30 മണിയായപ്പോ ഉറങ്ങിയത്. അത് കഴിഞ്ഞ് സാന്റ വന്നു. അപ്പൊ എല്ലാവർക്കും അതിന്റെ ഒരു ക്ഷീണം ഉണ്ട്. സാന്റ വരാൻ വേണ്ടി വെയിറ്റിംഗ്. സാന്റനെ കാണാൻ പോവാണ്. അപ്പൊ സാന്റ എന്തൊക്കെയോ ഗിഫ്റ്റ് കൊണ്ട് വരുന്നാണ് ഇന്നലത്തെ ലെറ്ററിൽ എഴുതി വെച്ചിരിക്കുന്നത്. അപ്പൊ ഇതാ നിങ്ങളുടെ ഒരു അറിവിലേക്ക് വേണ്ടി പറയണ കേട്ടാ. ഇതാ ഈ ഒരു പോയിന്റ് വരെയാണ് നമുക്ക് സാധാ കാറാണെങ്കിൽ പോകാൻ പറ്റുള്ളൂ. ഇത് ജബൽ അക്തറിലേക്ക് കയറിനേക്കാളും മുന്നുള്ള ചെക്ക് പോയിന്റ് ആണ്. ഇവിടുന്ന് തൊട്ടിട്ട് 4 വീല് വേണം നമുക്ക് ജബൽ അക്തർ മല കയറാൻ വേണ്ടിയിട്ട്. ഇവിടെ ഒരു ചെക്ക് പോസ്റ്റ് ഒക്കെ ഉണ്ട് പോലീസിന്റെ. ചെക്ക് പോയിന്റിലെ ചെക്കിങ്ങും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. പ്രത്യേകിച്ചൊന്നുമില്ല. അവര് മുൾക്കിയെ ചോദിച്ചു, വണ്ടിയുടെ രജിസ്ട്രേഷൻ അത് നമ്മൾ കാണിച്ചു കൊടുത്തു. അത്ര തന്നെയുള്ളൂ. നമ്മളിതാ ഇപ്പം മല കയറിക്കൊണ്ടിരിക്കുകയാണ്. ഇതാ ഇപ്പം മലയുടെ താഴ്വാരത്ത് ടെമ്പറേച്ചർ വരുന്നത് കണ്ടില്ലേ 19 ഡിഗ്രിയാണ്. ഇനി അവിടെ എത്തിയിട്ട് എത്രയാവുന്ന ഞാൻ കാണിച്ചു തരാം കേട്ടോ. എനിക്ക് തോന്നുന്നു ഇവിടെ മൈനസ് വരെ എത്തുന്നതാണ് ഇപ്പോഴത്തെ ഒരു അവസ്ഥയില്. നമ്മളങ്ങനെ ഓടിച്ച് മല കയറി നമ്മുടെ റിസോർട്ട് എത്താറായിട്ടോ. അത് കണ്ടോ ടെമ്പറേച്ചർ എത്രയാന്നുള്ളത്? 8 ഡിഗ്രിയാണ് ഇവിടുത്തെ ടെമ്പറേച്ചർ. നമുക്കൊന്ന് പുറത്തിറങ്ങാം. പുറത്തിറങ്ങി ഒന്ന് കാഴ്ചകളൊക്കെ കണ്ടിട്ട് നമുക്ക് റിസോർട്ടിന്റെ അടുത്തേക്ക് പോവാം. ഇനി നമ്മുടെ റിസോർട്ടിന്റെ അവിടേക്ക് ഒരു 5 മിനിറ്റ് ഉള്ളൂ. ഓഹോ, നല്ല തണുപ്പായിട്ട്. അച്ഛൻ തനിക്ക് നടക്കണില്ലേ? തണുത്തോളൂ ഇപ്പം. നല്ല തണുപ്പായിട്ടാ, നല്ല തണുപ്പാന്ന്. കണ്ടില്ലേ മഞ്ഞ് പോണ കണ്ടില്ലേ? കണ്ടോ അടിപൊളി വ്യൂ ആട്ടാ. എവിടെ? അതാ പറഞ്ഞേ. മൗണ്ടനെ കാണാനില്ല. എന്താ അപ്പിയത്? എസി ജാക്കറ്റ് ഒക്കെ പ്രയോഗിച്ചു. തണുക്കണ്ട എസിയ? തണുപ്പുണ്ടോ? രക്ഷയില്ലാട്ടാ, നല്ല തണുപ്പുണ്ട്. 8-7 ഡിഗ്രി ആയി. ജാക്കറ്റ് ഒക്കെ എടുത്ത് പ്രയോഗിക്കേണ്ട സമയം അതിക്രമിച്ചു. എങ്ങനെയുണ്ട്? അച്ഛന് ഇതുവരെ ഇതൊന്നും ഏശിയിട്ടില്ലാട്ടാ. നല്ല തൊലിക്കട്ടിയ. അങ്ങനെ നമ്മള് നമ്മുടെ റിസോർട്ടിന്റെ മുന്നിൽ എത്തിയിട്ടാ. ഇവിടെയാണ് നമ്മളിന്ന് താമസിക്കുന്ന ഡുസിറ്റ് D2. നമ്മള് 10:30 ഇവിടെ എത്തി. അതായത് 8:15 പുറപ്പെട്ടു. 10:30 2.25 മണിക്കൂർ കഷ്ടി. നമ്മൾ അവിടെ ഇവിടെ നിർത്തുകയൊക്കെ ചെയ്തു. നമ്മൾ നിർത്താതെ നേരെ വെച്ചടിക്കുകയാണെങ്കിൽ ഇവിടേക്ക് 2 മണിക്കൂറിന്റെ ഉള്ളിൽ എത്താവുന്ന ദൂരമുള്ളൂ. അപ്പൊ എന്തായാലും നമ്മൾ
നമ്മുടെ ഹോട്ടലിലേക്ക് കയറുകയാണ്. ഇതാണ് നമ്മുടെ ഹോട്ടലിന്റെ എൻട്രൻസ്. ഡുസിറ്റ് ഡ്യൂ ടു നസീം റിസോർട്ട് ജബൽ അക്തർ. ഓക്കെ, ഓൾ ഹാപ്പി? അച്ഛനെ കണ്ടില്ല, ഇപ്പഴത്തേക്ക് വാ. സമയാണെങ്കിൽ 10:30 ആയിട്ടുള്ളൂ കേട്ടാ. നമുക്ക് ചെക്ക് ഇൻ ഇവര് 10:30 ഇത്ര നേരത്തെ തരുമെന്ന് അറിയില്ല. എന്തായാലും പോയി നോക്കാം നമുക്ക്. ഹോട്ടലിന്റെ റിസപ്ഷന്റെ ഉള്ളിലേക്ക് കിടക്കുമ്പോഴുള്ള ആംബിയൻസ് തന്നെ അടിപൊളിയാട്ടോ. ഒരു അടിപൊളിയായി എല്ലാം ക്രിസ്മസ് തീമിൽ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടിപൊളി. നല്ലൊരു ചെറിയൊരു ട്രീ അവിടെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നേരെ ചെക്കിനിലേക്ക് കിടക്കട്ടെ. ഇവിടെയാണ് ചെക്കിൻ ഡെസ്കും കാര്യങ്ങളൊക്കെ. അത് കഴിഞ്ഞിട്ട് ബാക്കി വിശേഷങ്ങൾ കാണിക്കാം. ചെക്കിനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞില്ലേ? ഏതാ റൂം നമ്പർ? എത്രയാ? 3004. പോവാന്നാ? അപ്പൊ നമ്മുടെ ചെക്കിനും പരിപാടികളൊക്കെ കഴിഞ്ഞു. നമ്മൾ നേരെ റൂമിലേക്ക് പോവാട്ടോ. ഇതിന്റെ ഉൾഭാഗം എന്ന് പറഞ്ഞാൽ ഒരു ലോകം ഉണ്ട് കേട്ടോ. ഒരുപാട് നിങ്ങൾക്ക് കാണിച്ചു തരാണ്ട്. കണ്ടില്ലേ? ഇപ്പൊ നമ്മൾ പുറത്തിറങ്ങി ഈ ഭാഗത്താണ് നമ്മുടെ റൂമും കാര്യങ്ങളൊക്കെ വരുന്നത്. നിങ്ങൾക്ക് മുന്നിൽ വളരെ ഒരു അഡ്വഞ്ചർ പാർക്കൊക്കെ കാണാം. ഇതിലേക്ക് നമുക്ക് ഫ്രീ ആക്സസ് ആണ്, അൺലിമിറ്റഡ്. ഇതിൽ നമുക്ക് പോകണം പതുക്കെ. നമ്മളിപ്പോ നമ്മളുടെ ഇവിടെ ബഗിയില് നമ്മളെ ട്രാൻസ്പോർട്ട് ചെയ്യും നമ്മുടെ റൂമിലേക്ക്. അപ്പൊ എല്ലാരും ചാടി കയറിയുണ്ട്. ഇവിടത്തെ ആക്ടിവിറ്റീസും പരിപാടികളൊക്കെ തകൃതിയായി നടക്കുന്നുണ്ട്. ഇവിടേക്ക് നമ്മൾ വരാം. ഇപ്പോൾ ആദ്യം നമുക്ക് റൂമിലേക്ക് പോവാം. റൂമിനെ ലക്ഷ്യം വെച്ച് പോയിക്കൊണ്ടിരിക്കുകയാണ് നമ്മള്. എങ്ങനെയുണ്ട്? അച്ചു ആ അടിപൊളിയാണ് കേട്ടോ. അവിടെ നമ്മുടെ ബാക്കി നമ്മള് ഇവിടെ ഇറക്കി വിട്ട് തിരിച്ചു പോയി. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. ഈ ഏരിയ കംപ്ലീറ്റ് ഇങ്ങനെ ശാലകളാണ്. കണ്ടില്ലേ? താഴത്തും മുകളിലുമായിട്ട്. നമ്മളിന്ന് താമസിക്കുന്നത് മുകളിലാണ്. തുറക്കെ ഓപ്പൺ. നമ്മളിന്ന് റൂം ടൂർ സെപ്പറേറ്റ് എടുക്കണില്ല, എല്ലാരും കൂടി ഒരുമിച്ച് അങ്ങോട്ട് കയറുകയാണ്. ഇതാണ് കേട്ടോ നമ്മുടെ റൂം. പക്ഷെ ചെറിയ റൂമല്ലേ? ചെറിയ റൂം, പക്ഷെ എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. ഞാൻ റൂമൊന്ന് പരിചയപ്പെടുത്തി തരാം. റൂം തുറന്ന് നമ്മൾ ഉള്ളിൽ കയറിയതാ. ഈ സൈഡില് ഒരു കബോർഡാണ് കേട്ടോ. അവിടെ ലോക്കറും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒരു കുട വെച്ചിട്ടുണ്ട്. കുട ഇവിടെ എല്ലാ റിസോർട്ടിലും ഉണ്ട്, കാരണം എപ്പോഴാ മഴ പെയ്യാന്നൊന്നും അറിയില്ലല്ലോ. ഇവിടെ നമ്മുടെ ഒരു ബാത്റൂം ഉണ്ട്. പിന്നെ ചെരുപ്പ് കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഇവിടെയാണ് ടീ കോഫി അമ്യൂണിറ്റീസ്, കെറ്റില് സംഭവങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് അതിന്റെ ഓപ്പോസിറ്റ് സൈഡ് നമ്മുടെ ബാത്റൂമാണ്. AC ബാത്റൂമിൽ നിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ബാത്ത് ഏരിയ സെപ്പറേറ്റ് ഉണ്ട്. ടോയ്ലറ്റ് അമ്യൂണിറ്റീസ് കംപ്ലീറ്റ് ഉണ്ട്. കണ്ടില്ലേ? പിന്നെ ഇവിടെ ഇവിടെ ഒരു വാഷ് ബേസിൻ കാര്യങ്ങളൊക്കെ. ഇവിടെ വീണ്ടും ടവലും കാര്യങ്ങളൊക്കെ. ക്ലോസറ്റിന്റെ മുകളിൽ AC ഇരിക്കുകയാണ്. അത് കഴിഞ്ഞ് അവിടെ ബാത്റൂമും കാര്യങ്ങളൊക്കെ ഉണ്ട്. അത് കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് പോയാൽ ഇവിടെ ഒരു ലഗേജ് സ്റ്റാൻഡ് ഉണ്ട്. അത് കഴിഞ്ഞൊരു വർക്ക് ഡെസ്ക് ഉണ്ട്. പിന്നെ ഒരു TV ഉണ്ട്. TV-യില് വെൽക്കം മിസ്റ്റർ അഭിലാഷ് മേനോൻ എന്ന് എഴുതിയിട്ടുണ്ട്. ഇവിടെ ഒരു ലൈറ്റ് കാര്യങ്ങള്. പിന്നെ ഇവിടെ ഒരു സിറ്റിംഗ് ഏരിയ ഉണ്ട്. അത് കഴിഞ്ഞ് നല്ലൊരു കിങ് സൈസ് ബെഡ് ഉണ്ട് കേട്ടോ. പിന്നെ ഇവിടെ നല്ല അടിപൊളി വിശാലമായൊരു ബാൽക്കണി ഉണ്ട്. കണ്ടോ? ഇത് തുറന്നാൽ, ഈ ഡോറ് തുറന്നാൽ നമുക്ക് ബാൽക്കണിക്ക് ഇറങ്ങാം. ഭയങ്കര തണുപ്പാട്ടോ, ഒരു രക്ഷയില്ല. ഇവിടെ 2 ചെയർ, ഒരു ടേബിളൊക്കെ ഇട്ടുണ്ട്. ഇവിടെ നിന്നുള്ള വ്യൂ എന്ന് പറഞ്ഞാലും അടിപൊളിയാണ്. കണ്ടില്ലേ? നല്ല അടിപൊളി വ്യൂ ഒക്കെ ആയിട്ട് ഒരു അടിപൊളി റൂം, ഒരു അടിപൊളി റിസോർട്ട്. എങ്ങനെയുണ്ട് സിയ? നല്ലതാ? ഓക്കെ, നമുക്ക് ഇനി വേഗം റിസപ്ഷനിലേക്ക് പോവാം. നമ്മുടെ ക്രിസ്മസ് പരിപാടികൾ അവിടെ തുടങ്ങും. അത് കഴിഞ്ഞ് റൂമിലേക്ക് വരാം. ഓക്കെ, ഗോ. ഇപ്പൊ എന്താ സാന്റാക്ലോസിന്റെ വരവോ ക്യാൻഡിൽ ഡിസ്ട്രിബ്യൂഷനോ അങ്ങനെ എന്തൊക്കെയുണ്ട്. അപ്പൊ നമ്മൾക്ക് അത് പോയി കാണാം. ഓ, നമ്മുടെ സ്റ്റാർസ് കിങ്ഡത്തിന്റെ ടീഷർട്ടൊക്കെ വെട്ടി തിളങ്ങ കേട്ടോ. സാന്റതാ എന്തായാലും പറയാ സിയ? സിപ്പ് ലൈനിന്റെ മുകളിൽ കയറിയിരിക്കുന്നു കേട്ടോ. അതാ സിസാന്റേനെ നമുക്ക് ഇവിടെ നിന്ന് കാണാം. അതാ കണ്ടില്ലേ? നോനി എസി അച്ചൊക്കെ അവിടെ പോയി നിൽക്കുന്നുണ്ട് ഗിഫ്റ്റ് എടുക്കാൻ വേണ്ടിട്ട്. സാന്റതാ മുകളിൽ സെറ്റ് ആണ് കേട്ടോ. Now I want you all, everybody, count down
from 5. Let's go together. 5, 4, 3, 2, 1. സാന്റെ താഴത്തേക്ക് ഇറങ്ങി. ഇനി ഇതാ സാന്റെ റിയല്ല കേട്ടോ, സാന്റെ അതാ ഇവിടെ വന്നിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്തോണ്ടിരിക്കുകയാണ് ഗിഫ്റ്റ്സ്. പിള്ളേർക്ക് പിന്നെ ഗിഫ്റ്റ് എന്ന് കേട്ടാ മതിയല്ലോ. സാന്റെ ഗിഫ്റ്റ് കൊടുത്തു, സാന്റെയോടൊപ്പം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തു. എല്ലാരും ഫുൾ ഹാപ്പി. ആരൊക്കെയാണ് സിപ്പ് ലൈനിൽ കയറുന്ന? നീയും കയറണ്ടോ? അപ്പൊ ഞോഞ്ഞ് സിപ്പ് ലൈനിൽ പോണ്ട്. ഞോഞ്ഞി റെഡി? പേടിയുണ്ടോ? ഞോഞ്ഞിക്ക് എസിയും പിന്നെ ഒരു കാര്യത്തില് കയറാനും പേടിയില്ല, അത് കാരണം കുഴപ്പമില്ല. എസിക്കും ഞോഞ്ഞിക്കും എല്ലാ സംഭവങ്ങളും ഇഷ്ടമാണ്. ഓൾ സെറ്റ്? വിജയശ്രീലാളിതരായി വരും. പേടിയുണ്ടോ? അതാ അവര് 3 പേരും അവിടെ സെറ്റായി നിൽക്കണ്ട കേട്ടാ. ആദ്യം വരണത് ഞോഞ്ഞിയാണ്. അത്യാവശ്യം നല്ല വലിപ്പുള്ള നീട്ടുള്ള സിബ് ലൈനാട്ടോ അത്. ഇതാ ഞോഞ്ഞു പോണു. ഹായ് ബൈ. അല്ലേ, അത്യാവശ്യം നല്ല നീട്ടുണ്ട്. ഞോഞ്ഞി തെറ്റെത്തിട്ടോ. ഇനി അടുത്തത് എസിയാന്ന് തോന്നണു. അതെ, എസി അവിടെ സെറ്റായിണ്ട്. എസിയാണ് അടുത്തത് വരുന്നത്. പിള്ളേർക്ക് എന്തൊക്കെ പറഞ്ഞാലും പേടിയില്ല കേട്ടോ. അച്ചുവിനാണെങ്കിൽ പോവാൻ പറ്റില്ല, അതുകൊണ്ടാണ് അച്ചു പോവാഞ്ഞ്. അല്ല അച്ചുവേ? ദാ വരുന്നു എസി. എനിക്കാണെങ്കിൽ വിറച്ചിട്ടാണെങ്കിൽ വീഡിയോ എടുക്കാനും പറ്റണില്ല, അമ്മാതിരി തണുപ്പ്. ഓഹോ രക്ഷയില്ലാട്ടാ. ചൂസ് 5 years ആയിട്ടുള്ളൂ. 7 വയസ്സുള്ള കുട്ടിയോടെ തൊട്ടിട്ടാണ് ഇതിന്റെ മുകളിൽ വീടുള്ളൂ. അച്ചു സാഡാടോ? പോവാത്തതിന് ഇതാ അമ്മ വരുന്നു. എസി കഴിഞ്ഞിട്ടാ അമ്മ. അങ്ങനെ 3 പോയി. ഇതാ അവിടെ എത്തിട്ടാ സംഭവം പൊരിച്ചു. ഇതാ വരുന്നു 3 അംഗം വെട്ടിട്ട്. എങ്ങനെ ഉണ്ടായിരുന്നു? ഒന്നുകൂടി പോണോ? പറ്റുമോ വൈകുന്നേരം പോവാ. ഇതാ നമുക്ക് ഉള്ളിലേക്ക് വന്നാൽ സാന്റയ്ക്കുള്ള വിഷ് എഴുതി വെക്കാൻ ഇവിടെ ഒരു പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ. പേപ്പറല്ല, എന്തായാലും പറയാം, ഒരു ടാഗ്. അപ്പം നമുക്ക് നമ്മുടെ ആഗ്രഹങ്ങൾ സാന്റയ്ക്ക് എഴുതി വെക്കാം. സാന്റ അത് സാധിച്ചു തരുമെന്ന് വിചാരിക്കണു. നമ്മൾക്കിത് ക്രിസ്മസ് ട്രീയിൽ തൂക്കിയിടാം. ആൻഡ് സാന്റ വിൽ കം ആൻഡ് സാന്റ വിൽ ഫുൾഫിൽ ദ വിഷ്. Okay, ride for a Rolls Royce. ഞാൻ എന്റെ ആഗ്രഹം എഴുതിയിട്ട് ഇടാൻ കെട്ടി തൂക്കേട്ടാ ഫ്രീഡം ഉള്ള. നീ എഴുതണ്ട, ഞാൻ കെട്ടി തൂക്കണത് ഇവിടെയാണ്. അച്ചു ഇവിടെ തൂക്ക്. അവർക്ക് നല്ലൊരു അടിപൊളി റെസ്റ്റോറൻ്റ് ഉണ്ട് കേട്ടോ. എൻ്റെ പേര് ഞാൻ മറന്നു. ഇന്ന് ക്രിസ്മസ് പ്രമാണിച്ചിട്ട് ഇവിടെ ബുഫേ ലഞ്ചാണ്. ഇഷ്ടംമാതിരി ഐറ്റംസ് ഉണ്ട്. നമ്മൾ വിചാരിച്ചു നേരത്തെ തന്നെ ആക്രമണം തുടങ്ങാമെന്ന്. ഒരുപാട് സംഭവങ്ങളുണ്ട്, നിരത്തി വെച്ചിരിക്കുകയാണ്. ഇതിപ്പോൾ ഓരോന്നോരോന്നായി കാണിച്ചു തരുന്നില്ല, കണ്ടോ? ചുറ്റും അടിപൊളി സംഭവങ്ങളുണ്ട്. ഇനിയിപ്പോൾ ഇവിടെ നിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്നൊക്കെ പറഞ്ഞാൽ അച്ഛൻ എന്താ എടുത്ത? ഓക്കെ, പിസ്സയും സോസും എടുത്തോളാം. ഇവിടെ നിന്ന് പുറത്തു പോയി ഭക്ഷണം കഴിക്കാന്ന് പറഞ്ഞാൽ അതും ചടങ്ങാണ്. അത് കാരണം നമ്മൾ ഇവിടെ നിന്ന് തന്നെ കഴിക്കാന്ന് വിചാരിച്ചു. കണ്ടില്ലേ, ഒരുപാട് സംഭവങ്ങളുണ്ട്. അപ്പൊ ഞാൻ കഴുപ്പിലേക്ക് കിടക്കട്ടെ കേട്ടോ. ഞാൻ കാര്യമായിട്ടൊന്നും ഇല്ലല്ലോ. എന്ത് പറ്റി? അടുത്ത ട്രിപ്പ് അടിക്കാനാ? അവിടെ എല്ലാവരുടെയും പ്ലേറ്റ് ഫുള്ളാണ്. അതാ ഹെസിയൊക്കെ പിസ്സയിൽ സ്റ്റാർട്ട് ചെയ്തു. അച്ചു അതെ. ഞാൻ എന്താ അവിടെ ഒരു സൂപ്പ് എടുത്തിട്ടുണ്ട്, ഒരു പിസ്സ എടുത്തിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിടുത്തം തുടങ്ങട്ടെ കേട്ടാ. ഈ തണുപ്പം പിടിച്ചിട്ടുണ്ടല്ലോ, ഈ റിസോർട്ടിന്റെ ഉള്ളിൽ ഇരിക്കാനായിട്ട് ഏറ്റവും ബെസ്റ്റ്. നല്ല റെസ്റ്റോറന്റ് ഒക്കെ നല്ല ഹീറ്റഡ് ആണ്. അടിപൊളിയായി ഇരുന്നിട്ട് 2 മണിക്കൂർ ഇരുന്ന് ആരാംസെ ഇരുന്ന് ഭക്ഷണം കഴിക്കണം. നല്ല ചൂട് സൂപ്പും പിസ്സയാണ്. പൊളിയാണ്, പൊളി.
No, you're going swimming pool. ഒരുപാട് വെറൈറ്റി ഐറ്റംസ് ഉണ്ട് കേട്ടോ. ഇത് ഷ്രിംപ് ബ്രെഡ് തായ് കറിയാണ്. പിന്നെ ഇത് മീറ്റ് ബോൾ വിത്ത് യോഗേർട്ട് ആണ്. ഇത് ക്രിസ്പി ചിക്കൻ ആണ്. എല്ലാം കുറേശ്ശെ എടുക്കുകയാണ്. നമ്മൾ അടിപൊളി ഒരു ലഞ്ച് കഴിഞ്ഞ് പുറത്തിറങ്ങിയിട്ടാ. നല്ല അടിപൊളി ഫുഡായിരുന്നു. കണ്ടില്ലേ, എന്റെ മുന്നിലൊരു അടിപൊളി ജിഞ്ചർ ബ്രെഡ് ഹൗസ് ഒക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അടിപൊളിയല്ലേ? നമുക്ക് ഇന്നത്തെ സാധനം നമുക്ക് ഹോർമോസിന്റെ കോമ്പറ്റീഷന് പിന്നെ ആവാന്നോ? ഇത് ചെയ്തു വെച്ചിരിക്കുന്ന ആ സ്നോ ഇങ്ങനെ ഇട്ടിട്ട് വീഴുന്ന പോലെ നമുക്കറിയില്ലായിരുന്നല്ലോ. സ്നോ ഇട്ടിട്ട് വീഴുന്ന പോലെ ഈ പ്രാവശ്യം നോക്കിക്കോ, അടുത്ത പ്രാവശ്യം നമുക്ക് പോയി കപ്പടിക്കാം. ഓക്കെ, ഭക്ഷണമൊക്കെ കഴിച്ചു വന്നു. നമ്മള് നേരെ ബെഡിന്റെ ഉള്ളിൽ കയറി. ഒരു രക്ഷയില്ല. ഇനി ഒരു 10 മിനിറ്റ് കിടന്നിട്ട് നല്ലൊരു ഉറക്കം ഉറങ്ങണം. അത് കഴിഞ്ഞിട്ട് വേറെ അവിടെ ക്രിസ്മസ് പരിപാടികള് വരുന്നുണ്ട്. ഓ, എല്ലാരും കിടന്ന് ഉറങ്ങണേ. നല്ലൊരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഇൻറ്റൂട്ടാ. ഇനിയിപ്പോ റിസപ്ഷന്റെ ഭാഗത്തേക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് ഞാൻ. അവിടെ സാൻഡയുടെ ഒരു ഷോ ഉണ്ട് ഇപ്പം. അപ്പോൾ നമ്മൾ വീട്ടിൽ നിന്ന് കൊടുന്ന ഗിഫ്റ്റ്, സർപ്രൈസ് ഗിഫ്റ്റുകൾ കംപ്ലീറ്റ് പിള്ളേർക്ക് കൊടുക്കാനുള്ളത് നമ്മൾ കാറിൽ വെച്ചിരിക്കുകയാണ്. അത് സാൻഡയുടെ കയ്യിൽ കൊടുത്ത് ഏൽപ്പിക്കണം. എന്നിട്ട് സാൻഡയെ കൊണ്ട് പിള്ളേർക്ക് കൊടുപ്പിക്കണം. അതാണ് നമ്മുടെ അടുത്ത ലക്ഷ്യം. അപ്പോൾ ദാ നമ്മൾ കാറിലുണ്ടായിരുന്ന സാധനങ്ങൾ മുഴുവൻ എടുത്ത് പാക്ക് ചെയ്തു. ദാ ഈ ഒരു പാക്കറ്റിലാണ് കേട്ടോ അവരുടെ കംപ്ലീറ്റ് സാധനം ഇട്ടിരിക്കുന്നത്. ഇതിലവര് സാൻഡയ്ക്ക് എഴുതി വെച്ച എല്ലാവിധ സംഭവങ്ങളും ഉണ്ട്. ഇതിനി നമുക്ക് റിസപ്ഷനിൽ കൊണ്ടുപോയിട്ട് റിസപ്ഷനിൽ കൊടുക്കാം. അവര് സാൻഡയ്ക്ക് കൊടുക്കും. നോക്കാം എന്താ സംഭവിക്കുക എന്നുള്ളത് പിള്ളേരുടെ കയ്യിൽ ഇത് കിട്ടുമ്പോൾ. അപ്പോൾ ദാ നമ്മളവിടെ റിസപ്ഷനിൽ കൊടുത്ത് ഏൽപ്പിച്ചിട്ടുണ്ട്. ഇതാ എല്ലാരും വരണോ? ഓ, ഡ്രസ്സൊക്കെ മാറി. എന്താ തണക്ക്? ഇതാ എല്ലാരും വന്നു. അച്യുതാ വരണു. എസി വേഗം വാ, സാൻഡ വന്നു. ആ വാ വാ, വേഗം വാ. ദാ സാൻഡ വരണു. വാ ജോനി, ഇതാ സാൻഡ. എസി, വാ, കിട്ടിയ ഗിഫ്റ്റ്. വെയിറ്റ് അതവിടെ വെക്കോ. അതെല്ലാം വെക്കോ. അവരുടെ പരിപാടി കഴിയട്ടെ. വെക്കോ. എന്താ 3D പെന്നൊക്കെ ഉണ്ടായില്ലേ? ഇതാ സാൻഡ ഗിഫ്റ്റ് വരണോ? സാൻഡയുടെ വക വേറെയും ഗിഫ്റ്റ് ഉണ്ട്. സാൻഡയുടെ ഗിഫ്റ്റ് കിട്ടി ഒരു വിധാവൂട്ടോ അന്ന്. എടി, കുറച്ച് സമാധാനം കൊടുക്ക. അത് വലിച്ചിടല്ലേ, നമുക്ക് റൂമിൽ പോയിട്ട് എടുക്കാം. എസി അവിടെ വെക്കേ. റൂമിലെത്തിയതാ എല്ലാവരും സാധനങ്ങൾ വീതം വെച്ചോണ്ടിരിക്കട്ടോ. എങ്ങനെ ഉണ്ടായിരുന്നേ സാൻഡയുടെ ഗിഫ്റ്റ്? നിങ്ങൾ എഴുതി വെച്ചെല്ലാം കിട്ടിയാ? ഓ, എന്താ കിട്ടാത്ത? അച്ഛനും എല്ലാം കിട്ടിയില്ലേ? കാറെല്ലാം കിട്ടിയില്ല? അച്ഛനും എത്ര കാർ കിട്ടി? 4 കാർ. ജോനിക്കെല്ലാം കിട്ടി? ഹാപ്പി? എസി ഹാപ്പി? എന്താ ചില സാധനങ്ങളോ? അത് ഞാൻ അടുത്ത ക്രിസ്മസിന് കൊണ്ടുവരും. ഓക്കെ. ഹലോ, മൂവി നൈറ്റിന് കയറണോ? വാ, മൂവി ഉണ്ടോ നോക്കാം. 5 മണിക്ക് ഉണ്ടെന്നല്ലേ പറഞ്ഞേ? നമുക്കിവിടെ മിനി സിനിമ ഉണ്ട് വിത്ത് പോപ്കോൺ. ക്രിസ്മസ് മൂവിയാണോ? എല്ലാവർക്കും ഒരേ പോപ്കോൺ കിട്ടി. നമുക്കൊരു പോപ്കോൺ വാങ്ങിക്കോ. രാത്രിയായി ലൈറ്റൊക്കെ ഇട്ടോടുകൂടിയിട്ട് നമ്മുടെ റിസോർട്ടിന് വേറൊരു വൈബായിട്ടാ. കണ്ടില്ലേ, നല്ല അടിപൊളി ചെറിയ ലൈറ്റൊക്കെ ഇട്ട് അടിപൊളിയായി ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. ഇതാട്ടോ അവരുടെ പൂള്. അടിപൊളിയല്ലേ? പൂള് നമ്മൾ നിങ്ങളെ കാണിച്ചില്ല. നാളെ നമ്മൾ പൂളിൽ ചാടുമ്പോൾ വിശദമായി കാണിച്ചു തരാം. ഇതാണ് മൊത്തത്തിൽ നമ്മുടെ റിസോർട്ടിന്റെ ഒരു ഈവനിങ് വ്യൂ. ഇപ്പൊ സമയം എത്ര മണി? 6:30 ആവണല്ലോ. ഉണ്ടല്ലേ, ഇതിപ്പോ നമ്മള് അവരുടെ എന്താ ഈ റെസ്റ്റോറന്റ് പേര്? വ്യൂ എന്ന് പറയുന്ന റെസ്റ്റോറന്റ് അവിടെ വന്നിരിക്കുകയാണ്.
അടിപൊളിയാണ്. തണുപ്പ് ഒരു രക്ഷയില്ലാട്ടാ. ഇവിടെ 4 ഡിഗ്രി ആയി. 2 ഉണ്ട്. ഒരു ജാക്കറ്റും കൂടി കേട്ടിട്ട് ഇതിന്റെ മുകളിൽ കൂടെ. നമ്മള് ഭക്ഷണം കഴിക്കാൻ പോവാട്ടോ. അതിനുള്ള തയ്യാറെടുപ്പാണ്. സമയം 8:30 മണിയായി. നമ്മളിവിടെ വൈകുന്നേരം കുറെ നേരം കറങ്ങി നടന്നു. അത് കഴിഞ്ഞ് ഇതാ കുറച്ചു നേരം വന്ന് കിടന്നു. അത് കഴിഞ്ഞതാ ഇനിയിപ്പം ഡിന്നർ കഴിക്കാൻ ഇറങ്ങാണ്. പോവാ. I got a notice. I got 1,000 steps. I got a trophy. I got a trophy. നമ്മുടെ റൂമിന്റെ അവിടെ നിന്നുള്ള വ്യൂ കാണിച്ചു തരാം കേട്ടോ. കണ്ടില്ലേ, അടിപൊളി വ്യൂ അല്ലേ റിസോർട്ടിന്റെ. നമ്മളെല്ലാവരും റെസ്റ്റോറന്റിലേക്ക് നടക്കുകയാണ് കേട്ടോ. നമ്മള് റെസ്റ്റോറന്റിൽ വന്ന് കയറിയിട്ടാ. നമ്മള് ഓരോന്നും ഇതെടുത്തു. അതുപോലെ നമുക്ക് ബുഫേ തന്നെയാണ്. ഇഷ്ടമാതിരി സംഭവങ്ങളുണ്ട്. എല്ലാവരും ഓരോ സംഭവങ്ങളും ഇതെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എസിയൊക്കെ ഇതാ എന്താ ചെയ്ത് പിസ്സ വെച്ച് തുടങ്ങി. ഞാൻ എന്താ അവിടെ ഒരു ടോമിയോം സൂപ്പ് എടുത്തിട്ടുണ്ട്. അടിപൊളിയാണ്. ഇവിടെയും കുറെ സംഭവങ്ങളൊക്കെ ഉണ്ട്. ഇതെന്താടി, കക്കയാ? കക്ക, ബീഫ്, ചിക്കൻ, ഒരുവിധം എല്ലാ സംഭവങ്ങളും ഉണ്ട്. നമുക്ക് എന്താ പറയാ, റെസ്റ്റോറന്റ് ഫുള്ളാട്ടോ. അത്യാവശ്യം നല്ല തിരക്കുണ്ട്. പ്രത്യേകിച്ച് ഇന്ന് ക്രിസ്മസ് നൈറ്റ് അല്ലേ, അതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല തിരക്കുണ്ട്. ഒരുപാട് ഫുഡും ഉണ്ട്. ഫുഡ് കൗണ്ടറൊക്കെ ഞാൻ ഉച്ചയ്ക്ക് കാണിച്ചത്, അത് കാരണം ഞാൻ വിശദമായി കാണിക്കണില്ല. നമ്മളിരുന്ന് ഭക്ഷണം കഴിക്കട്ടെ. എന്താ ചീസ് ടിക്കയാ? ഓക്കെ കഴിച്ചോളൂ. അങ്ങനെ നമ്മുടെ ഇന്നത്തെ ക്രിസ്മസ് ഡിന്നർ അവസാനിച്ചു കേട്ടോ. അതോടുകൂടി 2024 ക്രിസ്മസിനോട് നമ്മൾ വിട പറയാണ്. അപ്പൊ ഇനി പ്രത്യേകിച്ച് പരിപാടികളൊന്നുമില്ല. ഇനി നേരെ റൂമിൽ പോവാണ്, പോയി കിടന്ന് ഉറങ്ങുകയാണ്. അത് കഴിഞ്ഞ് ബാക്കി കാര്യങ്ങൾ നാളെ രാവിലെ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരുപാട് ലെങ്ത് കൂടിയിട്ടുണ്ടാവും. നമ്മൾ ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്തുകയാണ്. നാളെ ഇതിന്റെ ബാക്കിയായിട്ട് നമ്മൾ വീണ്ടും വരാം. അതുവരെ എല്ലാവർക്കും ബൈ. നമ്മുടെ വണ്ടി ഇത് അവിടെ സെറ്റ് ആയിരിക്കണ്ട കേട്ടാ. നല്ല തണുപ്പ് എന്ന് പറഞ്ഞാൽ നല്ല തണുപ്പാ. അപ്പം നാളെ കാണാം. എല്ലാരും ബൈ ഒന്നുകൂടി. Bye.